ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് ഒരു റിസോർട്ടിലാണ്. പൂവാറിലുള്ള ഐസല ഡി കൊക്കോ ബീച്ച് റിസോർട്ടാണ്. വളരെ മനോഹരമായ റിസോർട്ടാണ്. കമ്പനിയുടെ 13ാമത് വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ റിസോർട്ടിലേക്ക് വന്നത്. ഇവിടെയുള്ള മിക്ക ബിൽഡിങ്ങുകളും ചെയ്തിരിക്കുന്നത് ഒരു പഴയകാല തച്ചുശാസ്ത്ര രീതിയിലാണ്. റിസപ്ഷൻ തന്നെ അങ്ങനെയുള്ളതാണ്. ഒരുപാട് കൊത്തുപണികളൊക്കെ ഉള്ള നല്ല മനോഹരമായ ഒരു സ്ഥലം. ഇപ്പോൾ നമ്മൾ കാണുന്നത് റിസപ്ഷന് തൊട്ട് മുന്നിലുള്ള കായലിൻ്റെ ഒരു ഭാഗമാണ്. പൂവാർ ജംഗ്ഷനിൽ നിന്നും കുറച്ച് ദൂരം മാറിയാണ്, ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് നമ്മൾ ഈ റിസോർട്ട് ഉള്ളത്. ഇവിടേക്ക് വലിയ വാഹനങ്ങൾ ബസ്സൊന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് ചെറിയ വാഹനങ്ങൾ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് അതിൽ വേണം ഇവിടെ വരാൻ. ചെറിയ മിനി ബസ്സൊക്കെ അങ്ങോട്ട് പോകും. ഒരു ഇടുങ്ങിയ വഴിയാണ്. ഇനി നമ്മൾ കാണുന്നത് റിസോർട്ടിൻ്റെ അകത്തെ കാഴ്ചകളാണ്. എല്ലാം നല്ല മനോഹരമായി ബോഗൺവില്ലകൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമായ ഒരു ഏരിയ, വിശാലമായ ഒരു ഏരിയയാണ്. കായലും കടലും തൊട്ടടുത്ത് തന്നെയാണ്. റെയിൻ ഡാൻസിനുള്ള ഒരു ഏരിയയാണ് നമ്മൾ കാണുന്നത്. കടലിനോട് അഭിമുഖമായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കടലും കായലും ഒരുമിക്കുന്ന ഏരിയ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. ബോട്ടുകളൊക്കെ ധാരാളം പോകുന്നുണ്ട്. വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ അനേകം പേരാണ് ബോട്ട് സവാരി നടത്തുന്നത്. നമുക്കും അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് സവാരി അറേഞ്ച് ചെയ്ത് തരുന്നത്. ഏറുമാടത്തിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു വീടാണ്. ഇത്ര മനോഹരമായിട്ടാണ് അവർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നത്. ഇവർക്ക് 2 സ്വിമ്മിംഗ് പൂളുണ്ട്. ഇത് കൂടുതലും വിദേശികളാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇന്ന് തിരക്ക് വളരെ കുറവാണ് തോന്നുന്നു. ആരെയും കാണുന്നില്ല. ഒരാൾ അവിടെ ഉണ്ട് കേട്ടോ. 13ാം വാർഷികത്തിൻ്റെ കേക്ക് മുറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാട്ടും ഡാൻസും ഇതെല്ലാം വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പരിപാടിയാണ് കേട്ടോ. ഡാൻസ് എല്ലാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതൊന്നും എല്ലാവരും പെട്ടെന്ന് കളിച്ചതാണ്. ഒഫീഷ്യൽ പ്രോഗ്രാമുകൾക്ക് ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മൾ നേരെ പോയത് ഇത്തരം കലാപരിപാടികൾക്കാണ്. ആഗ്രഹങ്ങൾക്കൊരു പ്രായപരിധി ഇല്ലെന്ന് പറയുന്നത് പോലെ എല്ലാവരും ആടിയും പാടിയും ഊഞ്ഞാലാടിയും ഉല്ലസിക്കുന്നു. റിസോർട്ടിൻ്റെ മെയിൻ ആകർഷണം സ്വിമ്മിംഗ് പൂളാണല്ലോ. അപ്പോൾ എല്ലാവരും നേരെ അങ്ങോട്ടേക്ക് പോയി. ചിലർ ഒന്നും മൈൻഡ് ചെയ്യാതെ കിടക്കുകയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവസാനം നമ്മൾ പോകാനായി തയ്യാറാകുകയാണ്. ഇപ്പോൾ ഏകദേശം മണി 6 നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. അതും വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ ഏകദേശം ഓഫീസ് എത്താറായി. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു.